തീർത്ഥയാത്രയിലായിരുന്നു. ഇതേ മധുരയിലെ ഒരു അമ്പലത്തിന് മുന്നിൽ നിന്ന് ഒരു സ്വാമി പൂജിച്ച് തന്നു വിട്ടതാ. മന്ത്രവാദമൊക്കെ ചെയ്ത് കൊണ്ടുവന്നാണെങ്കിലാ ഗന്ധർവന്മാർക്കൊക്കെ വശീകരിക്കാൻ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രമോ നമ്മുടെ ശിവാനിയും പാർക്കുട്ടിയും കൂടെ ഇങ്ങനെ വഴിയിലൂടെ നടക്കുമ്പോൾ ദാ നിൽക്കുന്നു ഷിബു റോക്സ്. അപ്പൊ നമ്മുടെ പാർക്കുട്ടി പറയുന്നുണ്ട്, ഷിബു ഏട്ടാ കുറെ നാളായല്ലോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമൊക്കെ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഷിബു റോക്സ് പറയുന്നത്, ഞാൻ ഒരു വലിയ തീർത്ഥാടന യാത്രയിലായിരുന്നു എന്നൊക്കെ പറയും. തീർത്ഥാടനയല്ല കേട്ടോ, തീർത്ഥയാത്രയിലായിരുന്നു എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ശിവാനിയും പാർക്കുട്ടിയും കൂടെ എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ഷിബു അവിടുത്തെ ഒരു മെയിൻ പൂജാരി പൂജിച്ച് തന്നതാണ് എന്നും പറഞ്ഞൊരു ചരട് നമ്മുടെ ശിവാനിക്ക് കൊടുക്കുന്നുണ്ട്. ശിവാനി ആണെങ്കിൽ ഇത് തിരികെ നമ്മുടെ പാറമട വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പാറക്കുട്ടീനെ കൊണ്ട് ഇത് കയ്യിൽ കെട്ടിക്കുന്നുണ്ടേ. ആ സമയത്താണ് നമ്മുടെ സിദ്ധോളിയും കാണുന്നത്. അപ്പൊ സിദ്ധോളിനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ചരട് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറക്കുട്ടി ഷിബു റോക്സ് കൊടുത്തതാണെന്ന് പറയുന്നേ. അപ്പൊ തന്നെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. പിന്നീട് നമ്മുടെ ഭവാനി അമ്മൂമ്മ നമ്മുടെ ശിവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, പണ്ട് ഗന്ധർവന്മാരിങ്ങനെ വശീകരിക്കാൻ വേണ്ടി പലതും ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് ഗൗരി അമ്മയും ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ പ്രേമം അവന് കിട്ടാൻ വേണ്ടി അവൻ വല്ല ദുർമന്ത്രവാദവും ഈ ചരടി ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് നമ്മുടെ ഗൗരിയമ്മായും സംശയം പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ശിവാനിക്കാക്കി ഇങ്ങനെ കിളി പോയി നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാർ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.